നിങ്ങൾ സ്ത്രീകളെ ഞങ്ങൾ പറയുന്ന വസ്ത്രം ധരിക്കൂ, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സർഗാത്മക ശേഷിയെ നിങ്ങൾ പ്രകടിപ്പിക്കൂ, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ വിവാഹത്തെ കൊണ്ടാടൂ, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ മക്കളെ വളർത്തൂ, ഞങ്ങൾ പറയുന്നത് പഠിക്കുകയും ഞങ്ങൾ പറയുന്നത് മാത്രം ചെവികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുകയും ചെയ്യുക, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പുരോഗമനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ഉത്തുംഗതയിലേക്ക് എത്തുമെന്ന് പറയുന്നവരോട് നമുക്ക് പറയുവാൻ സാധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേമേ വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി കേരള ഏറെ അഭിമാനത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇസ്ലാം ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ ക്രൂരമായി വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദരായി നോക്കി നിൽക്കുന്ന മരപ്പാവകളായി തീരുവാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നത് തന്നെയാണ് തീർച്ചയായും ഈ ക്യാമ്പയിനിൻ്റെ പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തലകുനിച്ച് നമ്രശിരസ്കരായി നിന്നുകൊണ്ട് റാൻമൂളികളായി തീരുന്ന ഒരു ആദർശത്തിൻ്റെ വക്താക്കളല്ല മുസ്ലിം മതവിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ, സത്യവിശ്വാസികൾ എന്നതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിൻ്റെ തലക്കെട്ടുമായി ജമാഅത്തെ ഇസ്ലാമി കേരള മുൻപോട്ട് വന്നിട്ടുള്ളത്. നേരത്തെ അനൗൺസ്മെൻറ്റിലൂടെ സൂചിപ്പിച്ചതുപോലെ ആരാണ് നമ്മളിൽ നിന്ന് ജയിക്കുക, ഇവിടെ ആരുടെ വാഗ്വാദമാണ് മേൽക്കൈ നേടുക എന്നതുള്ള ഒരു ബലപരീക്ഷണമല്ല ഒരിക്കലും ഈ സംവാദത്തിൻ്റെ ഒരു സദസ്സുകളും. മറിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങളിലൂടെ പൊള്ളുകൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിനെ കുറിച്ച് ഒന്ന് തിരുത്തി ചിന്തിക്കുവാൻ നിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ ശാക്തീകരണവാദങ്ങളും പുരോഗമനവാദങ്ങളും ആനന്ദ സിദ്ധാന്തങ്ങളും സന്തോഷദായകമായ സിദ്ധാന്തങ്ങളും എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഓരോ മനുഷ്യായുസ്സിനെയും ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒന്ന് ഗൗരവപൂർണമായി ചിന്തിക്കണം എന്നത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു ക്യാമ്പയിനിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. ഇത് വെറും ഒരു ചില്ലറ കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിലൂടെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കലും കരുതുന്നില്ല ഞങ്ങൾ പറയുന്ന അബദ്ധങ്ങളൊക്കെയും വരും തലമുറയും ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷലിപ്തങ്ങളായ വർത്തമാനങ്ങളൊക്കെയും ഒരു സഹോദര്യ അന്തരീക്ഷത്തെയാണ് തകർന്ന് തരിപ്പടമാക്കിക്കൊണ്ടേയിരിക്കുന്നതെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നില്ല എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ എനിക്ക് തോന്നുന്നു ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അനുഭവം അവർ വ്യക്തമാക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു സംവാദ സദസ്സിൽ ഒരു മനുഷ്യൻ പറഞ്ഞ വർത്തമാനം കേട്ട് എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഒരു ലേബലുകളും എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ഒരു അടയാളങ്ങളും എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ വസ്ത്രധാരണം എനിക്കിഷ്ടമല്ല, എന്തിനധികം നിങ്ങൾ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും ഞങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറയുന്നതല്ലേ, അതെനിക്ക് വല്ലാത്ത അമർഷമുണ്ടാക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അതറാണ്, നിങ്ങളല്ല ഞാനല്ല നിങ്ങൾ എന്ന് എന്തിനാണ് നിരന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണെന്ന് പറയുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു വർത്തമാനമല്ലേ നമുക്ക് ആവശ്യം? നിങ്ങളുടെ വർത്തമാനത്തിൽ തന്നെ ചില പദപ്രയോഗങ്ങൾ പോലും എന്നെ ഏറെ അമർഷമുള്ളവനാക്കി തീർക്കുന്നു എന്ന് ഡിബേറ്റ് നടത്തുന്ന അതിൻ്റെ നടത്തുന്ന സംഘാടകനോട് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ സംഘാടകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആട്ടെ, ഏത് വർത്തമാനമാണ്, ഏത് പദപ്രയോഗമാണ് താങ്കൾക്ക് വല്ലാത്ത ആത്മസംഘർഷവും അമർഷവും ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അത് നിങ്ങളുടെ ഇൻഷാ അല്ലാ എന്ന പദപ്രയോഗമാണ്. അപ്പോൾ ചിരിച്ചു ചോദിച്ചു, എങ്കിൽ ശരി സഹോദര, ഈ ഇൻഷാ അല്ലാ എന്ന പദം എന്തിനു വേണ്ടിയാണ് മുസ്ലിം സമൂഹം വിശ്വാസികൾ പ്രയോഗിക്കുന്നത് എന്നത് താങ്കൾക്കറിയുമോ? ഉത്തരം സ്വാഭാവികമായും ഉത്തരം എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വല്ലാത്ത അമർഷം തോന്നുന്നു അതിനോട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അമർഷത്തെയാണ്, ഈ ആത്മസംഘർഷങ്ങളെയാണ്, ഈ തെറ്റിദ്ധാരണകളെയാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ മഴവില്ലിനെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കും നെയ്യത്തിലേക്കും കൃത്യമായ ഉദ്ദേശത്തിലേക്കും തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിനെ നയിച്ചത്. നമുക്കറിയാലോ അല്ലേ, ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഏത് രൂപത്തിലും ഭാവത്തിലുമാണെന്ന് ചോദിച്ചാലേ
ഞാൻ അല്ലെ എൻ്റെ വർത്തമാനം, എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ പ്രസംഗം, എൻ്റെ ഭാഷ, എൻ്റെ ശൈലി അതെങ്ങനെ ബി പോസിറ്റീവ് അല്ലെ, ഐ ക്യാൻ, ഐ വിൽ, ഐ ഡു എന്ന് പറയുന്ന ഞാൻ എന്നെ വളർത്തുക എന്നതിനാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സായി കൊണ്ടിരിക്കുന്ന ഒരു ശൃംഖലയെ കുറിച്ചാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇൻഷാ അല്ലാ എന്ന പദം നിങ്ങൾ പ്രയോഗിക്കുക. എനിക്കത് പറ്റും, പക്ഷെ അത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നൊരു വിശ്വാസി കരുതുന്നതിൽ നിങ്ങൾക്ക് എന്താണ് സഹോദര എന്ന് തിരിച്ചപ്പോൾ ചോദിക്കുവാൻ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് അസംതൃപ്തി ഉണ്ടാക്കുന്നത് എന്നത്. എനിക്ക് തോന്നുന്നു വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നുകൊണ്ട് സംസാരിച്ച ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ നിന്നാണ് ഇസ്ലാമോഫോബിയ ഉൽപ്പാദിക്കപ്പെടുന്നത്. എന്താണ് ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടുകൾ, എങ്ങനെയാണ് നമ്മെ വല്ലാതെ നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ പുതിയ തലമുറയെ, നമ്മളുടെ സമാധാന അന്തരീക്ഷത്തെ എങ്ങനെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീവാദം എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം സ്ത്രീവാദമാണ് എന്ന് നമ്മളിവിടെ പരിശോധിക്കുകയുണ്ടായി. ഒരു പുസ്തകത്തില് കൃത്യമായിട്ട് അമേരിക്ക പ്രസിദ്ധീകരിച്ച അവിടെയുള്ള ടൈം മാഗസിൻ ഒരിക്കൽ വന്ന ഒരു കവർ സ്റ്റോറിയുടെ തലക്കെട്ടായിരുന്നു ചിൽഡ്രൻസ് ഹാവ് ചിൽഡ്രൻ എന്നുള്ളത്. ആ തലക്കെട്ടിൽ, ആ കവർ സ്റ്റോറിയിൽ അവർ പറഞ്ഞു വെക്കുന്നത് അമേരിക്കയിലെ എത്രയോ കണക്കിന് കുട്ടികൾക്ക് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ചിൽഡ്രൻസ് ഹാവ് ചിൽഡ്രൻ. കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ആരുമായിട്ട് എപ്പോൾ സെക്സിൽ ഏർപ്പെടണമെന്നുള്ള ഒരു അതിരും പരിധിയുമില്ലാത്ത ഒരു ലോകത്തിന് ലിബറലിസം എന്ന് നമ്മൾ വാഴ്ത്തുപാട്ട് പാടുമ്പോൾ ഒരു മനുഷ്യൻ, അത് ആണെന്നോ പെണ്ണെന്നോ നിങ്ങൾ നിശ്ചയിക്കേണ്ടതില്ല, അവർ തീരുമാനിച്ചു കൊള്ളട്ടെ. ആരുമായിട്ട് ഞങ്ങൾ സെക്സിൽ ഏർപ്പെടണമെന്ന്, ഏത് പ്രായത്തിൽ ഏർപ്പെടണമെന്നത് നിങ്ങൾ എന്തിനാണ് അതിരും പരിധിയും വെച്ചിട്ട് ഞങ്ങളുടെ ആനന്ദത്തെയും സന്തോഷത്തെയും ഇത്രമാത്രം വികൃതമാക്കുന്നതെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ, അത് വളരെ മനോഹരമായ ഒരു വാദമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന വർത്തമാനം തന്നെയാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വിമർശനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തെ പോലും ഇത്രമാത്രം ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ പള്ളിമൂലകളിൽ പോയി ഒതുങ്ങിയിരിക്കൂ. നിങ്ങൾ സ്ത്രീകളെ ഞങ്ങൾ പറയുന്ന വസ്ത്രം ധരിക്കൂ. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സർഗാത്മക ശേഷിയെ നിങ്ങൾ പ്രകടിപ്പിക്കൂ. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ വിവാഹത്തെ കൊണ്ടാടൂ. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ മക്കളെ വളർത്തൂ. ഞങ്ങൾ പറയുന്നത് പഠിക്കുകയും ഞങ്ങൾ പറയുന്നത് മാത്രം ചെവികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുകയും ചെയ്യുക, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പുരോഗമനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ഉത്തുംഗതയിലേക്ക് എത്തുമെന്ന് പറയുന്നവരോട് നമുക്ക് പറയുവാൻ സാധിക്കുക. ഇസ്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഹദ്ദും ഹുദൂദും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊന്നോർത്ത് നോക്കുക, ഒരു ഫുട്ബോൾ കളി എപ്പോഴാണ് മനോഹരമാവുക? ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ എൻ്റെ പോസ്റ്റിലേക്ക് എന്നെ പന്തടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇതാണ് എൻ്റെ നിയമം എന്നൊരു മനുഷ്യൻ പറഞ്ഞാല് വേണ്ട കുട്ടിയും പുറത്തു പോയിക്കോട്ടോ. ഈ കളിക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് കളിക്കുമ്പോഴാണ് കാൽപന്ത് കളിയുടെ മനോഹാരിത നമുക്ക് ആ ഗ്രൗണ്ടിൽ കാണുവാൻ സാധിക്കുക. അല്ലാതെ ആ മൈതാനമാകെ എന്തെയും പ്രക്ഷുബ്ധമാവും. അല്ലേ, നീ എങ്ങനെയാണോ കളിക്കുന്നത്, നിനക്ക് കളിയുടെ ABCD അറിയില്ലേ എന്ന് തൻ്റെ കൂട്ടുകാരനോട് സ്വാഭാവികമായും എതിർപക്ഷത്തുള്ളവൻ ചോദിക്കും. നീ ഏത് നിയമം അനുസരിച്ചാണ് കളിക്കുന്നത്? നമ്മളൊരു വെള്ള പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ, ഒരു കവിത എഴുതാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം, ഒരു കഥ എഴുതാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ആ വെള്ള പേപ്പറിന്റെ 4 വശവും മടക്കി മനോഹരമാക്കിയതിനു ശേഷമാണ് നമ്മൾ അതിൽ എഴുതാൻ തുടങ്ങുക. ഈ ഹദ്ദിനെയും പരിധിയെയും ഹുദൂദിനെയുമാണ്, അതിരുകളെയുമാണ് ഇസ്ലാം മനോഹരമായ ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് വരച്ചു കാട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കൃത്യമായിട്ട് ലിബറലിസത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്ന യുക്തിവാദത്തിനോട് ചില മർമ്മപ്രധാനമായ ക്വസ്റ്റ്യനുകൾ ചോദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾക്ക് മേലെ നിങ്ങൾ കുതിര കയറുന്ന ഓരോ വർത്തമാനത്തിനെയും കൃത്യമായി ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പറയുന്ന പ്രകൃതിവാദത്തിനോട് ഇസ്ലാമിന്റെ പ്രകൃതിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന മൃഗസ്നേഹമുണ്ടല്ലോ, അതിൽ ഇസ്ലാം വെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ മൃഗങ്ങളോടും ജന്തുക്കളോടും പ്രകൃതിയോടും കാണിക്കേണ്ടുന്ന, മരങ്ങളോടും കാണിക്കേണ്ടുന്ന നീതിയെക്കുറിച്ച് കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഇത് കൃത്യമാണ്. അത് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു നട്ടപ്പാതിരാക്ക് ഇരുന്ന് ഞാനൊരു ഒരു സിദ്ധാന്തം അങ്ങ് എഴുതിക്കളയാമെന്ന് കരുതി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്ത ചില നിയമങ്ങളും നിലപാടുകളുടെയും ആദർശത്തിൻ്റെയും പേരിലാണ്. അത് മറിച്ച് മനുഷ്യരെ സൃഷ്ടിച്ച, ഇവിടെയുള്ള പ്രകൃതിയെ സൃഷ്ടിച്ച, ഇവിടെ കാണുന്ന മുഴുവൻ ജന്തുജാലങ്ങളെയും പടച്ചു സൃഷ്ടിച്ച
ആണിനെയും പെണ്ണിനെയും അവന്റെ കൃത്യമായ വ്യത്യസ്തങ്ങളായ പ്രകൃതത്തോടുകൂടി സൃഷ്ടിച്ച റബ്ബിനറിയാം ഓരോരുത്തർക്കും എന്താണ് ഉത്തരവാദിത്തമെന്നും ഓരോരുത്തരുടെയും അവകാശങ്ങളും ബാധ്യതകളും എന്താണെന്ന്. ഇതിനെ കൃത്യമായിട്ട് ബാലൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് മനോഹരമാവുക എന്നത് കൃത്യമായിട്ട് ഇസ്ലാമിനറിയാം. ഇവിടെ രണ്ടാം ഉമർ എന്ന് വിളിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന് ഒരു ദിവസം രാത്രി ഉറക്കം കിട്ടുന്നില്ല. കാരണം ബസറ എന്ന് പറയുന്ന പ്രവിശാലമായ ഒരു രാജ്യാന്തരത്തിലെ ഒരു ഗവർണറെ നിശ്ചയിക്കണം. അദ്ദേഹം ആലോചിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇയാസ് ബിൻ മുആവിയത്തുൽ മുസ്നി എന്ന് പറയുന്ന യുവ നേതാവിനെയാണ്. നല്ല വാഗ്മി, നല്ല കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യൻ, നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന നീതിമാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ ആ ബസറയിലെ ഗവർണറാക്കുവാൻ വേണ്ടി ഉമർ ബിൻ അബ്ദുൽ അസീസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ആ ഗവർണറാക്കി അവിടെ നിശ്ചയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കലും ഒരു നാടുവാഴി അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വന്നത്. എന്നിട്ട് ചോദിച്ചു, അല്ലയോ ഇയാസ് ബിൻ മുആവിയത്തുൽ മുസ്നി, താങ്കളോട് എനിക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ടല്ലോ. ശരി, താങ്കൾ പറഞ്ഞു, ഞാൻ കേട്ടുകൊള്ളാം. ഇതാണ് സംവാദം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംവാദത്തിൻ്റെയാണ് അല്ലെ. പടവാളെടുത്തോ അല്ലെങ്കിൽ കോടാലിയെടുത്തോ തോക്കെടുത്തോ നിങ്ങളോട് ഞങ്ങൾക്ക് സംവാദത്തിന് വരണമെന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. ശരി, താങ്കൾ സംസാരിച്ചു, ഞാൻ കേട്ടുകൊള്ളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇസ്ലാമിൽ മുന്തിരി കഴിക്കാൻ പാടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ, മുന്തിരി കഴിക്കാൻ എന്താ പ്രശ്നം? നിങ്ങളുടെ ഇസ്ലാമിൽ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? ഓ, ഞങ്ങളുടെ ഇസ്ലാമിൽ വെള്ളം കുടിക്കാൻ പാടുണ്ട്. ശരി, എങ്കിൽ എന്തിനാണ് ഞങ്ങൾ ആ വെള്ളവും മുന്തിരിയും കൂടി മിക്സാക്കി അല്ലേ ഒരു ജാറിലാക്കി കുറച്ചു നാൾ മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിട്ട് കുറച്ചു നാൾ കഴിഞ്ഞെടുത്ത് അത് ഞങ്ങളെടുത്ത് കുടിക്കുന്നതിന് നിങ്ങൾ മദ്യമെന്നും ഹറാമെന്നും പറയുന്നത് എന്തിനാണ്? എന്തുമാത്രം വിഡ്ഢിത്തമാണെന്ന് നോക്കൂ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആ നാടുവാഴി ഇയാസ് ബിൻ മുആവിയത്തുൽ മുസ്നിയോട് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു, സഹോദര, ശരി, ഞാൻ താങ്കളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ? അപ്പോൾ പറഞ്ഞു, ആ, ചോദിച്ചോളൂ. അപ്പോൾ ചോദിച്ചു, ഞാൻ താങ്കളെ ഇത്തിരി വെള്ളമെടുത്തെറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ? ഇല്ലാലോ. ശരി, ഞാൻ കുറച്ച് പൂഴിയെടുത്ത് താങ്കളെ എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ? ഇല്ല. എങ്ങനെയാ ഇത്തിരി മണല് പൂഴി അതിങ്ങനെ കയ്യിൽ കുറച്ച് നല്ലോണം എടുത്ത് എന്നെ എറിഞ്ഞാലും എനിക്ക് വേദനിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എങ്കിൽ ശരി, ഇതിന് രണ്ടിനെയും ഞാൻ മിക്സാക്കി കുറച്ചു ദിവസം എന്ത് ചെയ്തു? വെയിലത്തിട്ട് ഉണക്കി അത് വെച്ച് നിങ്ങളെ എറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, സഹോദര, അതുകൊണ്ട് എറിഞ്ഞാൽ എനിക്ക് വേദനിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിൻ്റെ മരണത്തിന് പോലും കാരണമാവേക്കാം. കാരണം അതൊരു ഇഷ്ടിക കട്ടയായിട്ട് സ്വാഭാവികമായിട്ടും മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഖാളി ഇയാസ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പറയൂ, എന്താണ് ഇസ്ലാം എന്ന്? നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ചിലരുണ്ട്. തീരെ ചിന്തിക്കാതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമോഫോബിയയുടെ ഇരയാവുകയും ചെയ്യുന്ന പലരും നമ്മളുടെ മുമ്പിൽ കാണുവാൻ സാധിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കൃത്യമാണ്. അത് നീതിയുടെ മതമാണ്. അത് കൃത്യമായ മാനവികതയുടെ മതമാണ്. അത് ഓരോ പെണ്ണിനെയും ആണിനെയും മാത്രമല്ല, ഇവിടെയുള്ള കുഞ്ഞു മക്കളെയും അംഗീകരിക്കുന്ന മതം കൂടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ലിവിങ് ടുഗദറിനെ കുറിച്ചല്ലേ. പെണ്ണ് ആണിനോട് പറയോ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ? ഓ ശരി, എത്ര നാൾ? നമുക്ക് ഒരുമിച്ച് പോകുവാൻ പറ്റുമെന്ന് തോന്നുന്നത് വരെ. എന്ത് മനോഹരമായ സിദ്ധാന്തത്തിന്റെ പേരാണത്. ഹോം പ്രിൻസിപ്പിൾ എന്നാണ് അതിനെ പറയുക. ആനന്ദത്തിന്റെ അല്ലെ, സുഖത്തിന്റെ, ആർക്കും ഉപദ്രവം ചെയ്യാത്ത ഒരു സിദ്ധാന്തം, സുഖകരമായ ഒരു സിദ്ധാന്തം. ശരി, എങ്കിലേ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയുമെന്ന് തോന്നുന്ന കാലത്തോളം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ശരി, അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി അല്ലേ. കുറച്ച് നാൾ കഴിഞ്ഞവർ തീരുമാനിച്ചോ നമുക്ക് എന്ത് ചെയ്യണം? ഡൈവോഴ്സ് ചെയ്യണം. അങ്ങനെ അവർ തീരുമാനിച്ചു, പിരിയാൻ തീരുമാനിച്ചു. ഇനി അവർക്കുണ്ടായ കുഞ്ഞിനെ കുറിച്ച് ആരാണ് വർത്തമാനം പറയുക? അവർക്കുണ്ടാകുന്ന കുഞ്ഞിന്റെ അവകാശത്തെക്കുറിച്ച്, അവന്റെ പൗരാവകാശത്തെക്കുറിച്ച്, മൗലികാവകാശത്തെക്കുറിച്ച്, ജന്മാവകാശത്തെക്കുറിച്ച് തൻ്റെ അച്ഛൻ തനിക്ക് ആരായിരിക്കണം അല്ലേ, ഞാൻ ആരിലേക്ക്, ഏത് പിതാവിലേക്കും മാതാവിലേക്കും ചേർക്കപ്പെടണം, ആരുടെ അനന്തരാവകാശിയായിരിക്കണം ഞാൻ എന്നതിനെക്കുറിച്ച്, അവന്റെ അനന്തരാവകാശത്തെക്കുറിച്ച് ആരാണ് വർത്തമാനം പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളോട്, അത് വിധവ പിന്നെ ഭർത്താവ് മരിച്ചിട്ടാവട്ടെ, അത് ഭർത്താവിനാൽ വിവാഹമോചിത ആയതാവട്ടെ, ആ സ്ത്രീയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 228 ആയത്തിലെ, വലാ യഹല്ലു ലഹന്ന അയ്യക്തുമന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്ന ഭ്രൂണത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്?
ആരുടെ മുമ്പിൽ നിങ്ങളത് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ഗർഭപാത്രത്തിൽ ആരും അറിയില്ലല്ലോ, ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്, എൻ്റെ വീട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ പീരീഡ് ടൈം തെറ്റിയിരിക്കുന്നു, ഞാൻ ഗർഭിണിയാണ്. പക്ഷെ റബ്ബ് പറയാണ്, നീയും നിന്റെ നാഥനും മാത്രമാണ് ആ വിവരം അറിയുന്നതെങ്കിലും ആ കുഞ്ഞിൻ്റെ അവകാശത്തെക്കുറിച്ച്, അവൻ്റെ പിതൃത്വത്തെക്കുറിച്ച്, അവൻ്റെ മൗലികാവകാശത്തെക്കുറിച്ച് നീ കൃത്യമായി ജാഗ്രത ഉണ്ടാവണം. നിനക്ക് അനുവാദമില്ല അത് മറച്ചു വെക്കുവാൻ. പെണ്ണെ, നിനക്ക് അവകാശമില്ല. നിനക്ക് വേറെ ഒരാൾ വിവാഹം ചെയ്യാം, വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ ആ കുഞ്ഞിൻ്റെ അവകാശത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞു. ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്ന ഏത് സിദ്ധാന്തങ്ങളാണെങ്കിലും ശരി, റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ നാളെ ചെന്നെത്തുക തന്നെ ചെയ്യുമെന്നും അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ള ഈ മനോഹരമായ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃത്യവും വ്യക്തവും മനോഹരവുമായ അതിരും പരിധികളും കൊണ്ട് കൃത്യമാക്കപ്പെട്ട മധുരസുന്ദരമായ, അവിടെ നീതി നിഷേധമില്ല, അവിടെയുള്ള ഒരു ദുർബലൻ, ശക്തനായ മനുഷ്യൻ ദുർബലന്റെ മേലുള്ള കൈകയറ്റമില്ല, ഒരു കുഞ്ഞിനോ വൃദ്ധർക്കോ അവശത ഉള്ള മനുഷ്യർക്കോ ഉള്ള കയ്യേറ്റമില്ല. അത് എന്തിനധികം ഒരു മൃഗത്തിന് നേരെ പോലുമുള്ള കയ്യേറ്റമില്ലാത്ത, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ജന്തുജാലങ്ങളെ സ്നേഹിക്കുന്ന, മുഴുവൻ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല വസ്തുവിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള നിലപാടുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം. ആശയമാണ്, ആദർശമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതിനെയാണ് നമ്മൾ പൊതുസമൂഹത്തിൽ പറയുവാൻ തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഇസവും പറയട്ടെ, അത് ലിബറലിസം ആവട്ടെ, എത്തീസം ആവട്ടെ, ന്യൂ എത്തീസം ആവട്ടെ, യുക്തിവാദമാവട്ടെ, എന്തുമാവട്ടെ, നിങ്ങളതിനെ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, സംവാദത്തിനായിരിക്കണം നിങ്ങൾ വരേണ്ടത്. മറിച്ച് എന്തല്ല, വിഷം തുപ്പുന്ന വാക്കുകളിലൂടെ ഒരു ആദർശത്തെ കൃത്യമായിട്ട് വേട്ടയാടിക്കൊണ്ട് അതിനെ പൊതുസമൂഹത്തിലിട്ടുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് വികൃതമാക്കുകയല്ല നിങ്ങൾ വേണ്ടത്. മറിച്ച് യാഥാർത്ഥ്യ ബോധമുള്ളവരായിക്കൊണ്ട് ഇത്തരം സംവാദങ്ങളിലേക്ക് നിങ്ങൾ വരിക. ഞങ്ങൾ അതിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഈ സംവാദത്തിലേക്കാണ് പൊതുസമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. സംവാദ സദസ്സുകളിലൂടെ, വ്യത്യസ്ത പരിപാടികളിലൂടെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇസ്ലാം എന്ന ആദർശത്തെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ പരിപാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൃത്യമായിട്ട് ഇസ്ലാമിനെ, നേരത്തെ ഗീത പറഞ്ഞതുപോലെ, കൃത്യമായിട്ട് ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ, അത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട് പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുക്കുവാൻ, നമുക്ക് മുമ്പിലുള്ള ഏത് വാഗ്ധോരണികളെയും കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ പുറത്തു നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാപന ഭാഷണം നിർവഹിച്ച